അപ്പം നമ്മൾ നമ്മുടേതായ ഒരു ശൈലിയിലാണ് ജീവിക്കുന്നത്. അപ്പം നമുക്ക് മറ്റുള്ളവരെ നമുക്ക് എപ്പോഴും സങ്കടം, ഇപ്പം എല്ലാവരും പറയും താൻ വിഷമിക്കാണ്ട് നന്നായി എല്ലാം ശരിയാകും. എല്ലാവരും അതങ്ങനെ പറയണുണ്ട്, എല്ലാം ശരിയാകുമെന്ന്. പാതി ദൈവം പാതി മനുഷ്യനാണ്, ശരി സംഭവിക്കുന്നു. നമുക്ക് തുച്ഛമായ ഒരു വരുമാനം കൊണ്ടാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നറിയോ? ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഓക്കെ, ഞാൻ ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ, ചെറുപ്പം മുതൽ ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് എനിക്കിതുവരെ അങ്ങനെ ഒന്നും സങ്കടം മാറിക്കൊണ്ടിരിക്കണില്ല. ഒരാഗ്രഹമുണ്ട്, നിങ്ങളെല്ലാവരും കേൾക്കണം, ഒരാഗ്രഹമുണ്ട് എനിക്ക് ഒരു ദിവസം സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സന്തോഷമായിട്ട് ജീവിക്കുന്നു പറഞ്ഞാൽ എൻ്റെ ബാധ്യത തീർന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം വരുള്ളൂ, അല്ലെങ്കിൽ ഉള്ളിൽ ഭയമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ദിവസം സന്തോഷമായിട്ട് ജീവിക്കുന്ന ആഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിച്ച് നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ചെറുപ്പം മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ നമ്മൾ പട്ടിണി പരുവട്ടമായിട്ട് ജീവിച്ചെങ്കിലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അന്നത്തിന് അങ്ങനെ മുട്ട് വന്നിട്ടില്ല നമ്മൾ ഈ ജോലിക്ക് ഇറങ്ങിയത്. പിന്നെ നമുക്ക് പട്ടിണി ആയത് കൊറോണ ടൈമിലാണ്. എൻ്റെ മോൾക്ക് ഞാൻ 3 നേരം ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പോൾ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും എന്താ പറയുക, ഹസ്ബൻഡൊക്കെ പറയും നമുക്കൊരു നേരം വെച്ചാൽ മതി. അപ്പം ഒരു നേരം വെച്ചിട്ട് നമ്മൾ കുടിക്കും. നമുക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞാൽ മോൾക്ക് കൊടുത്തുല്ലോ, മകൾക്ക് കൊടുത്തു, ബാക്കി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോണവരാണ്. ഞാൻ ചെറുപ്പത്തിൽ അത്ര അനുഭവിച്ചിട്ടുണ്ട്. ഒരു നേരം ഫുഡില്ലാണ്ട് സാഹചര്യത്തിലുണ്ടായിട്ടുണ്ട്. എത്ര ദിവസങ്ങൾ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചിട്ടുണ്ടെന്ന് പറയും. അടുത്ത വീട്ടുകാർ തന്നിട്ട് കഴിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത വീട്ടുകാർ തരുമ്പോൾ നമ്മളത് വിശന്നിട്ട് കഴിക്കും. പണ്ടത്തെ ഒരു എയറോറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ട് ചേട്ടാ, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാളെ തന്നെയല്ല പറയണേ. പണ്ടത്തെ ഒരു എയറോറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ട്, അന്ന് 10 രൂപ കൊടുത്താൽ മതി. ആ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് വിശപ്പടക്കിയിട്ടുണ്ട്. അതേപോലെ പച്ച നാളികേരം കഴിച്ചിട്ട് വിശപ്പടക്കിയിട്ടുണ്ട്. ചോറില്ല, ഫുഡില്ല, ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എന്താ പറയുക, ഫുഡ് കഴിക്കാനില്ല. അമ്മയ്ക്കാണെങ്കിൽ മാനസിക രോഗം. അങ്ങനൊരു അവസ്ഥയിലൂടെയാണ്. വല്ലവരും ഇച്ചിരി പാത്രം അന്നും കഴുകിയിരുന്നു, ഇന്ന് തന്നെയല്ല അന്നും കഴുകിയിരുന്നു. ആ ജീവിതത്തിലൂടെയൊക്കെയാണ് ഞാൻ പോയിരിക്കുന്നത്. അത് കാരണം ഒരാൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാവുമ്പോഴില്ലേ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. അത് സഹനങ്ങളോടുകൂടി ജീവിച്ചത് കൊണ്ടാണ് കേട്ടോ. എന്നുവെച്ചെങ്കിലും ഞാനൊരു സ്നേഹം, ഒരാൾ നമ്മളോട് സ്നേഹത്തോടെ പറയുമ്പോഴും ഓടി ആ സ്നേഹത്തിലേക്ക് പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും നമ്മൾ ഓരോന്നും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വായിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് എന്താ പറയുക, എന്താണ് അപകടം എന്നറിയില്ലല്ലോ. ആ സമയത്ത് പോലും നമ്മൾ എന്താ പറയുക, കല്യാണം കഴിഞ്ഞേക്കാളൊക്കെ മുന്നേ ഉള്ള സാഹചര്യങ്ങളിൽ പോലും പട്ടിണി കിടന്നിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു വിഷമം എന്ന് പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. അതന്നെ ഞാനത് ഓർക്കാറില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സന്തോഷത്തോടെ ഒരു വാക്ക് പറയുക. ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ നടക്കുന്നത്. വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോളെ നന്നായി പഠിപ്പിക്കുക, എൻ്റെ വീടിൻ്റെ കടം തീർക്കുക. അത് കഴിഞ്ഞിട്ട് ദൈവം എന്നെ അങ്ങോട്ട് വിളിച്ചോട്ടെ. നാളെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും നാളെ എനിക്കുല്ലോ, ഇന്ന് ഞാൻ മരിച്ചിട്ടില്ല. അത്രയും പ്രതീക്ഷയോടെയാണ് ഞാൻ നടക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണമെന്ന് പറയണം. ആത്മാർത്ഥമായി നന്ദിയോടെ പറയണം.